നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. മാരകമയക്കുമരുന്നായ MDMAയുമായി കൊടുങ്ങല്ലൂരിൽ യുവാവ് പിടിയിൽ. വെമ്പല്ലൂർ കട്ടൻ ബസാർ കുഴിയാൻ കറപ്പം വീട്ടിൽ അഫ്താഫ് മുഹമ്മദിനെയാണ് എക്സൈസ് പിടികൂടിയത്. മാള ഗ്രാമപഞ്ചായത്തിൽ 2 ദിവസമായി തുടരുന്ന കുടിവെള്ളക്ഷാമം പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷാംഗങ്ങൾ കുത്തിയിരിപ്പ് സമരം നടത്തി. വാർത്തകൾ വിശദമായി. മാരക മയക്കുമരുന്നായ MDMAയുമായി കൊടുങ്ങല്ലൂരിൽ യുവാവ് പിടിയിൽ. 2.765 ഗ്രാം MDMAയും 6.602 ഗ്രാം കഞ്ചാവുമായി വെമ്പല്ലൂർ വില്ലേജിൽ കട്ടൻ ബസാർ കുഴിയാർ കറപ്പം വീട്ടിൽ അഫ്താർ മുഹമ്മദിനെയാണ് കൊടുങ്ങല്ലൂർ എക്സൈസ് ഇൻസ്പെക്ടർ പ്രദീപും സംഘവും പിടികൂടിയത്. ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന അഫ്താഫ് മാരക മയക്കുമരുന്നായ MDMAയുടെ ഉപഭോക്താവും വിൽപ്പനക്കാരനുമാണ്. രാസലഹരിയായ MDMA ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുത്തുള്ള ചില്ലറ വിൽപ്പന നടത്തുന്നതായുള്ള പരാതിയിൽ എക്സൈസിന്റെ നിരീക്ഷണ വലയത്തിലായിരുന്നു. അഫ്താഫിന്റെ കിടപ്പുമുറിയിൽ നിന്നാണ് രാസലഹരിയായ MDMAയും കഞ്ചാവും കണ്ടെത്തിയത്. പിടികൂടിയ സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ മോയിഷ്, സുനിൽകുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സിജാദ് KM, സനത് സേവിയർ, മുഹമ്മദ് ദിൽഷാദ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുധ, ശ്രുതി, എക്സൈസ് ഡ്രൈവർ സഞ്ജയ് എന്നിവരാണ് ഉണ്ടായിരുന്നത്. മാള ഗ്രാമപഞ്ചായത്തിൽ 2 ദിവസമായി തുടരുന്ന കുടിവെള്ളക്ഷാമം പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷാംഗങ്ങൾ കുത്തിയിരിപ്പ് സമരം നടത്തി. മാള ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ സമരത്തിൽ ജിയോ, യദു കൃഷ്ണൻ, അമ്പിളി സജീവ്, സിനി ബെന്നി, ലിസി സേവ്യർ എന്നിവർ പങ്കെടുത്തു. അവരെന്ത് പഠിച്ചു? അവർക്ക് കുടിവെള്ളം കൊടുക്കാനുള്ള ബാധ്യത പഞ്ചായത്തിനുണ്ട്, ജലനിധിക്കുണ്ട്. കുറേ പേര് അടച്ചിട്ടില്ല. ഉദ്യോഗസ്ഥരും മെമ്പർമാരെല്ലാവരും മുടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഈ മുടക്കുള്ളവർ അടയ്ക്കാത്ത കാരണം എല്ലാ മാസം അടയ്ക്കുന്നവരടക്കം ഇതിൽ ബലിയാടാവാണ്. അത് ഞങ്ങൾ അനുവദിച്ചു കൊടുക്കാനും ഉദ്ദേശിച്ചിട്ടില്ല. കാരണം ഇത് മാള പഞ്ചായത്തിലെ എല്ലാ വാർഡിലും ഉൾപ്പെടുന്ന ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ്. അതിനെതിരെ കണ്ണടച്ചിരിക്കാനായിട്ട് നമുക്ക് പറ്റില്ല. എന്നൊരു ശക്തമായ സമരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരും. ഇന്നിപ്പോൾ ഞങ്ങൾ 2ാമത്തെ ദിവസമാണത്. ഇന്ന് ഞങ്ങളിവിടെ കുത്തിയിരിക്കാൻ പോവാണ്. കാരണം ഇതിനൊരു തീർപ്പുണ്ടാവണം. കുട്ടികൾക്കും മറ്റും വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ച 1.25 കിലോഗ്രാം തൂക്കം വരുന്ന കഞ്ചാവുമായി 2 പ്രതികളെ കൊടകരയിൽ നിന്നും അറസ്റ്റ് ചെയ്തു. കൊടകര തേശ്ശേരി സ്വദേശി കാരയിൽ വീട്ടിൽ യദു പ്രകാശ്, പറപ്പുകര മൂത്രതിക്കര സ്വദേശി മണപ്പുള്ളി വീട്ടിൽ വിജയ് എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘം അറസ്റ്റ് ചെയ്തത്. പ്രതികൾക്കെതിരെ ജുവൈനൽ ജസ്റ്റിസ് ആക്ടിലെ വകുപ്പുകളും NDPS നിയമപ്രകാരമുള്ള വകുപ്പുകളും ചേർത്ത് കേസെടുത്തു. കൊടകര വല്ലപ്പാടി ചെങ്ങിനിയാടൻ വീട്ടിൽ എബിന്റെ വീട്ടിൽ വച്ച് മറ്റു പ്രതികളുമായി ചേർന്ന് 1.25 കിലോഗ്രാം ഗഞ്ചാവ് വിൽപ്പനയ്ക്കായി പാക്ക് ചെയ്യുന്ന സമയത്താണ് പ്രതികളെ പിടികൂടിയത്. മാള കാർമൽ കോളേജിൽ അന്തർദേശീയ സെമിനാർ ഫിസിക്സ് ആൻഡ് AI സംഘടിപ്പിച്ചു. ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ്, IQAC, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്നോവേഷൻ കൗൺസിൽ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി വടക്കാഞ്ചേരി വ്യാസ NSS കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുശീൽ രാഹുൽ K ഉദ്ഘാടനം ചെയ്തു. Now you don't need a teacher to get information. Already informations are there, and ChatGPT, DeepSeek or Gemini will give you the information. And how many of you know that Gemini is going to launch their learning assistants in the coming months? That means December of this year. Anybody know that? What is going to happen? So whatever problem is with teachers are going to be not at all a problem for students, because they have announced the learning assistance for students around 1 month ago. മെഷീൻ ലേണിംഗുമായി ബന്ധപ്പെടുത്തി ഡോക്ടർ ആരതി K, പോസ്റ്റ് ഡോക്ടറൽ ഫെല്ലോ, യൂണിവേഴ്സിറ്റി ഓഫ് ലിമറിക്, അയർലൻഡ്സ് ക്ലാസ് നയിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ റിനി റാഫേൽ, മിസ് ഗ്രേറ്റൽ ഫ്രാൻസിസ്, ഡോക്ടർ മായ മാത്യു, മേരി ഫിലിപ്പ്, നിത്യ എന്നിവർ സംസാരിച്ചു. ഭൂദാന പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ ആചാര്യ വിനോബ ഭാവെയുടെ 130ാമത് ജന്മദിനത്തോടനുബന്ധിച്ച് ഗാന്ധിമാർഗം സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ചർച്ചാ സമ്മേളനം, ലഘുലേഖ പ്രകാശനം, സർവോദയ സന്ദേശ പ്രചാരണം എന്നിവ സംഘടിപ്പിച്ചു.
അയ്യന്തോൾ വയല കൾച്ചറൽ സെന്ററിൽ നടന്ന ചർച്ചാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും ലഘുലേഖ പ്രകാശനവും സർവോദയ ദർശൻ ചെയർമാൻ എം പീതാംബരൻ നിർവഹിച്ചു. സർവോദയ മണ്ഡലം നിവേദക് PS സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് P രാജേന്ദ്രൻ, ഗാന്ധി പീസ് ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ VS ഗിരീശൻ, ഗാന്ധി ദർശൻ കോർഡിനേറ്റർ PJ കുര്യൻ, വയല ട്രസ്റ്റ് സെക്രട്ടറി വത്സല വാസുദേവൻ പിള്ള, ബാബു K തോമസ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മാരകമയക്കുമരുന്നായ MDMA-യുമായി കൊടുങ്ങല്ലൂരിൽ യുവാവ് പിടിയിൽ. വെമ്പല്ലൂർ കട്ടൻ ബസാർ കുഴിയാൻ കറപ്പം വീട്ടിൽ അഫ്താഫ് മുഹമ്മദിനെയാണ് എക്സൈസ് പിടികൂടിയത്. മാള ഗ്രാമപഞ്ചായത്തിൽ 2 ദിവസമായി തുടരുന്ന കുടിവെള്ളക്ഷാമം പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷാംഗങ്ങൾ കുത്തിയിരിപ്പ് സമരം നടത്തി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.